ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോയതിൻ്റെ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് തന്നെ പിന്നീട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോയ തായ്ലൻഡിലേക്കാണ്. ഫ്ലൈറ്റ് കയറി ആദ്യം പട്ടായയിൽ സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിലേക്ക് കാണാനാണ് പോയത്. ബിൽഡിംഗ് അല്ല, ടെമ്പിളാണ്. അപ്പോൾ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ബുദ്ധനാണ്ടുള്ളതാണ്. മണി ഹൈസ്റ്റ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയാം. നമ്മുടെ ടോക്കിയോ പ്രൊഫസറിനെ മീറ്റ് ചെയ്യുന്ന ഒരു പ്ലേസാണ്. ആക്ച്വലി ഇതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്പെഷ്യാലിറ്റീസൊക്കെ ഗൈഡ് പറയുന്നത് കേൾക്കല്ല, നമ്മളത് ആസ്വദിക്കാൻ നിൽക്കുമായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാൽ നല്ല സീയൊക്കെ കാണാം. പിന്നെ അതിന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പുറത്ത് വേറെ ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റിയ കുറേ പ്ലേസസൊക്കെ ഉണ്ട്. അതൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നടന്ന് പോയിട്ട് ഒരു റിസോർട്ട് പോലെ അതിൻ്റെ മുമ്പിൽ ഫുള്ള് വെള്ളം, ഫുഡൊക്കെ ഉണ്ട്. നല്ല ഗ്രീനറി ആയിട്ടുള്ളൊരു പ്ലേസൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസായിരുന്നു. പിന്നെ അവിടെ അതിങ്ങനെ ഇറങ്ങിപ്പോയിട്ടുള്ളൊരു പ്ലേസായിരുന്നു. ഇറങ്ങിപ്പോയപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കയറി പോകുമ്പോഴാണ് ആ ഒരു വീഡിയോ എടുത്തത്. കുറച്ചിങ്ങനെ വെള്ളച്ചാട്ടൊക്കെ പോലെ ഒരു ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്ത പോലെയുണ്ട്, എന്നാൽ റിയലായിട്ടുള്ള പോലെയുണ്ട്, എന്താണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ടൈഗർ പാർക്കിലേക്കാണ്. അവിടെ ടൈഗറിൻ്റെ അടുത്ത് നിന്ന് പിക്ക് എടുക്കാനൊക്കെ നല്ല ക്യൂ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വേഗം വിട്ടു. പിന്നെ നമ്മൾ നൈറ്റ് ഔട്ടിങ്ങിന് ഇറങ്ങി. അപ്പോൾ ഈ റോഡ് സൈഡിൽ കാണുന്ന എല്ലാം ഇങ്ങനെ സർവീസസിന് വേണ്ടി നിൽക്കുന്ന ലേഡീസാണ്. അവരുടെ ജോബ് അതാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ് കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ നേരെ പോയത് പട്ടായയിലെ മെയിൻ പ്ലേസായ വാക്കിംഗ് സ്ട്രീറ്റിലാണ്. അടിപൊളിയായിരുന്നു. എല്ലാവരും വൺസ് എങ്കിലും ലൈഫിൽ പോയിരിക്കേണ്ട ഒരു പ്ലേസാണ്. അത് വേറൊരു ടൈപ്പ് ലൈഫാണ് അവിടുത്തെ. അവിടെ ഒരുപാട് പേര് നമ്മളിങ്ങനെ ക്യാൻവാസ് ചെയ്യാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും ഓരോ പബ്ബിലേക്ക്. പിന്നെ ഒരു മജീഷ്യൻ ഉണ്ടായിരുന്നു. ആൾ കുറേ മാജിക്സൊക്കെ അവിടെ കാണിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് അത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം കണ്ട് പിന്നെ അത് വിട്ടു. എല്ലാ പബ്ബും ഓൾമോസ്റ്റ് അടിപൊളിയാണ്. ഒരുപാട് ആൾക്കാരും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കണ്ടപ്പോൾ അതിൽ കുഴപ്പമില്ലാന്ന് തോന്നിയൊരു പബ്ബ് കണ്ടപ്പോൾ നമ്മൾ കയറാമെന്ന് വിചാരിച്ചു. ഞാനിതുവരെ ഒരു പബ്ബിൽ കയറിയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി എക്സ്പീരിയൻസ് അറിയാമെന്ന് വെച്ച് കയറിയപ്പോൾ ഈ കാണുന്നതൊന്നും അല്ലായിരുന്നു. ഇതിനപ്പുറത്തേക്ക് ഇരുന്നതിൻ്റെ അകത്തുള്ളൊരു എല്ലാം എന്താ പറയുക, ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് പോലെയായിരുന്നു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ റൂമിലോട്ട് വിട്ടു. റൂമിലെത്തി റൂമിൻ്റെ ബാൽക്കണിയിൽ നോക്കി കഴിഞ്ഞാലും പബ്ബുകളാണ്. പുറത്തേക്ക് കാണുന്നതെല്ലാം പബ്സാണ്. ആ ലൈറ്റ് കാണുന്നതെല്ലാം പബ്ബുകളായിരുന്നു. അപ്പോൾ അവിടെ നല്ല വോയിസ് ആയിരുന്നു. അങ്ങനെ പട്ടായയിലെ സെക്കൻഡ് ഡേയിൽ നമുക്ക് കോറൽ ഐലൻഡ് ടൂറായിരുന്നു. നേരത്തെ വന്ന് നമുക്കവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ടിലാണ് പോവുക. ബോട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പാരാസൈലിങ് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഓരോ പ്ലേസിൽ ഓരോ ആക്ടിവിറ്റീസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ പാരസൈലിങ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി. അതും ഇങ്ങനെ അവരുടേതായ ഒരു ബോട്ടിലായിരുന്നു. അത് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ആ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങൾ ചെയ്തൊരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ വാട്ടർ വോക്കായിരുന്നു. അത് അവിടെ ഒരു വൈറ്റ് കളറിൽ ഇരിക്കുന്ന കണ്ടില്ല, ഒരു ഹെൽമെറ്റ് പോലെ ഓക്സിജൻ മാസ്കാണ്. അപ്പോൾ അതിൽ ഓക്സിജൻ അവർ ഫില്ല് ചെയ്തിട്ട് നമുക്ക് തലയിൽ വെച്ച് തരും. എന്നിട്ട് നമ്മൾ സീയിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുക. അതിലിറങ്ങിയിട്ട് നമ്മൾ സീയുടെ അണ്ടറിൽ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ഭവ്യപ്പെറ്റുകൾ, ഇതൊക്കെ. അത് നല്ലൊരു ഇതായിരുന്നു. പിന്നെ പോയത് ജെറ്റ്സ്കൈ ആയിരുന്നു. അപ്പോൾ അതിലാൾ പോയി, ഞാൻ പോയില്ല. നമ്മൾ ബനാന റൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവർക്ക്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ഓരോ ഐലൻഡ് പോലത്തെ പ്ലേസിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഷിപ്പിൽ ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ഐലൻഡ്സും അതേമാതിരി ബിൽഡിങ്സൊക്കെ ഓരോ സൈഡിൽ ഇങ്ങനെ കാണാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് ഒന്നും കൂടി അടിപൊളിയാണ്. കോറൽ ഐലൻഡ് ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നടക്കാറിങ്ങിയപ്പോഴാണ് ക്രൊക്കോഡൈൽ ഫ്രൈ ഒക്കെ കാണുന്നത്. ഫുഡ് മാർക്കറ്റായിരുന്നു. നമ്മൾ ടേസ്റ്റ് ചെയ്തില്ല, പക്ഷേ നന്നായിരുന്നു കാണാൻ. പിന്നെ പിഗിനെ ഇങ്ങനെ മുത്തിപ്പൊരിച്ച് എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ കിടത്തി പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വെറൈറ്റീസ് ഓഫ് ഷ്രിംസ്, ഷെൽസ് അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഏതൊക്കെ ചീവീട്, പാട്ട,
ഇത് നനയഞ്ചാത്തൻ, നനയഞ്ചാത്തൻ ഇത് ചിവിടി സൗണ്ട് ഉണ്ടാക്കുന്നത്. ഇത് പല്ലി, ഇതും ചിവിടിന്റെ വലുത്, ഇത് പാറ്റയുടെ ചെറുത്, ഇത് പാറ്റയുടെ വേറെ ചെറുത്, നമ്മുടെ കരിമ്പുകള്, ഇത് നമ്മുടെ തെങ്ങിന്റെ ഇടയിൽ കാണുന്ന പുഴു, ഇത് ഒരു പുഴു, ഇത് പച്ച ചാടിയാണോ തുമ്പിയാണോ? അൽക്കാസർ ഷോ അവിടുത്തെ മെയിൻ പ്രോഗ്രാമാണ്. പല പല ഡ്രസ്സസിൽ പല പല മ്യൂസിക്സ് ഒക്കെ ആയിട്ട് ഒരു വൺ ടൈം വാച്ചബിൾ ആയിരുന്നു. അന്ന് നൈറ്റ് പിന്നെ നമ്മൾ അവിടുന്ന് ബാങ്കോക്കിലേക്ക് വിട്ടു. ബാങ്കോക്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഫസ്റ്റ് ഡേ പോയത് സഫാരി വേൾഡിലേക്കായിരുന്നു. അത് 1 day ഫുൾ അവിടെ തന്നെയായിരുന്നു. സഫാരി വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളുടെ ഒരു സൂ തന്നെ, ലൈവ് സൂ നമുക്ക് കാണാം. അതിൻ്റെ ഉള്ള ആംബിയൻസ് എല്ലാം സൂപ്പറായിരുന്നു. അവിടെ ഫസ്റ്റ് നമ്മൾ മങ്കി ഷോ കണ്ടു. മങ്കീസിൻ്റെ വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാംസ് ഈ കാണുന്ന പോലെ വീഡിയോയിലെല്ലാം ഓടിച്ച് കണ്ടിരിക്കാൻ രസമായിരുന്നു. അവിടെ വേൾഡൻസിൽ അടിപൊളിയായി തന്നെ ട്രെയിൻ ചെയ്ത് അവർ ആ ഒരു ആക്ടിവിറ്റി അടിപൊളിയായി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എലിഫൻറ്റ് ഷോ ഉണ്ടായിരുന്നു. എലിഫൻസിൻ്റെ ഡാൻസ്, അതുമാതിരി ഫുട്ബോൾ ഷോ, പിന്നെ അതുപോലെ പെയിൻറ്റിങ്, കുറേ പ്രാങ്ക് ഐറ്റംസ് അങ്ങനെ ഉണ്ടായിരുന്നു. അതും നൈസായിട്ട് കാണാനായിട്ട്. പിന്നെ ഒരു ലൈവ് പബ്ജി ഷോ ഉണ്ടായിരുന്നു. ലൈവായിട്ട് ഫൈറ്റൊക്കെ കാണാമായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ വെറൈറ്റീസ് ഓഫ് ബേർഡ്സ്, പിന്നെ ഫിഷ് അങ്ങനെയെല്ലാം കണ്ടിരുന്നു. പിന്നെ അവർക്ക് മെയിൻ പ്രോഗ്രാമാണ് ഡോൾഫിൻ്റെയും സീൽസിൻ്റെ ഒക്കെ പ്രോഗ്രാം. ഡോൾഫിൻ്റെയും സെയിലിൻ്റെയൊക്കെ എല്ലാം സൂപ്പർ പ്രോഗ്രാംസ് ആയിരുന്നു. മനസ്സിലെങ്കിലും കണ്ടിരിക്കണം അവിടെ ആക്കിയിട്ട്. പിന്നെ ഒരു വെറൈറ്റി ഐറ്റം ആയിരുന്നു ലൈവായിട്ട് നമ്മൾ ഡ്രാമ കാണുന്ന പോലെ. ചാർലി ചാപ്ലിൻ്റെ ഒക്കെ ഒരു പ്രോഗ്രാം വരും. പാരറ്റൊക്കെ സിങ് ചെയ്യാന്ന് പറയുന്നത് ഇങ്ങനെയാണ് കണ്ടത്. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതായിരുന്നു ബേർഡ് ഷോ എന്ന് പറയുന്നത്. ബേർഡ്സിൻ്റെ ഒരു വെറൈറ്റി ഓഫ് ഷോ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ സഫാരി വേൾഡിൽ എല്ലാ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പിന്നെ നെക്സ്റ്റ് ഡേ ആയിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് മഹാക്കൻ സ്കൈ വാക്ക് എന്ന് പറഞ്ഞൊരു ബിൽഡിങ്ങിലേക്കായിരുന്നു. അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അത് 72 above മുകളിൽ ക്ലോസ് ഉണ്ട്. അതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ബാങ്കോക്ക് ടോട്ടലി നമുക്ക് കാണാം. അതിൻ്റെ വ്യൂസാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൈ വാക്കിൽ എന്ത് സ്പെഷ്യാലിറ്റി വെച്ചാൽ അവിടെ പോയിട്ട് അവിടെ ഗ്ലാസ് ഇട്ടൊരു ഫ്ലോറുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇങ്ങനെ നടക്കാം, അവരുടേതായ ഷൂസ് ഇട്ടിട്ട്. അപ്പോൾ ആളയിൽ കിടന്നൊക്കെ നോക്കുന്നുണ്ട്. അത് അടിപൊളിയായിരുന്നു. 340 meter above ആണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആ ഒരു വ്യൂ എന്നുള്ളത്. ഇത് എയർപോർട്ടിൽ വെച്ചിട്ട് നമ്മൾ റോബോട്ടിക് ക്ലീനിങ് മെഷീൻ നമ്മളിപ്പോൾ ചെന്ന് എടുക്കുന്നത്. നെക്സ്റ്റ് ഡേ നമ്മൾ പോയതാണ് കുക്കി ഐലൻഡ്. അതായിരുന്നു തായ്ലൻഡിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലേസാണ്. കുക്കി ഐലൻഡ് ഒരു രക്ഷയില്ലാത്തൊരു പ്ലേസാണ്. പീസ് ആൻഡ് കാമായിട്ടുള്ള പ്ലേസ്. അതിൻ്റെ കടലിലെ കളറൊക്കെ അടിപൊളിയായിരുന്നു. ഈ കാണുന്നത് കുഞ്ഞു മീനുകളുടെ കൂട്ടാണ്. ഞാൻ ഫസ്റ്റ് എന്ത് വലയാണെന്ന് വിചാരിച്ചത്, പക്ഷേ അത് മീനുകളായിരുന്നു. അവിടെ നമ്മൾ പോയത് ലോങ് ട്രെയിൻ ബോട്ടിലായിരുന്നു. നമ്മൾ നേരെ പ്ലേസിലേക്ക് മലയിടുക്കളിൽ കൂടെ പോയി. നമുക്ക് സ്വിം ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ ഫോട്ടോസൊക്കെ എടുക്കാം. അതാണ് മെയിൻ സ്പോട്ട്. നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ടൈമിൽ നമുക്ക് മഴ കിട്ടി. എന്നാലും അടിപൊളിയായിരുന്നു. നല്ല വ്യൂവും കാര്യങ്ങളെല്ലാം സൂപ്പറായിരുന്നു. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ മലയുടെ മുകളിൽ കണ്ട കുറേ ഫ്ലാറ്റ്സുകളായിരുന്നു. അത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലേസസ്, എനിക്ക് തോന്നുന്ന റിസോർട്ട്സ് ആയിരിക്കാം. അത് അത്ര മലയുടെ മുകളിൽ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മളിങ്ങനെ ബിഗ് ബുദ്ധ ടെമ്പിൾ കാണാനാണ് പോയത്. അപ്പോൾ ബിഗ് ബുദ്ധയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മുകളിൽ, മലയുടെ മുകളിൽ ഒരു ബിഗ് ബുദ്ധ. അത് നല്ല വ്യൂ ആയിരുന്നു. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ഐലൻഡ്സൊക്കെ അങ്ങനെ കാണാൻ പറ്റും. അതും നല്ല രസമായിരുന്നു കാണാനായിട്ട്.
പിന്നെ അവിടെയുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് പേരൊന്നും അറിയത്തില്ല. അതിലിങ്ങനെ ആക്കിയതിന് സൗണ്ടൊക്കെ വരും. അതെല്ലാവരും ആക്കിയാൽ വരത്തില്ല. എങ്ങനെയുള്ളവരാക്കിയാലേ വരാമെന്നറിയില്ല. ഞാനാക്കിയിട്ട് വന്നില്ലായിരുന്നു. പിന്നെ ആളാക്കിയിട്ട് വന്നു. പിന്നെ ഞാൻ കുറേ ട്രൈ ചെയ്തതിന് ശേഷം വലിയതിലാക്കിയപ്പോൾ വന്നു. ഈ പ്ലേസ് എല്ലാം ഉള്ളത് ഫുക്കറ്റിലാണ്. ബാങ്കോക്കിൽ നിന്ന് നൈറ്റ് തന്നെ ഫുക്കറ്റിലേക്ക് വന്ന് എന്നിട്ടാണ് ഇത് കണ്ടത്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് വാട്സലാം ടെമ്പിളിലാണ്. അവിടെ ക്രാക്കേഴ്സ് അവർ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിലാണ്. ടെമ്പിൾസൊക്കെ കാണാൻ നല്ല രസമുള്ള ടെമ്പിൾസ് ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ പ്ലെയിൻ സ്പോട്ട് ചെയ്യുന്ന സ്പേസ് ഉണ്ട് അവിടെ. അത് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ മുകളിൽ കൂടെ പ്ലെയിനൊക്കെ ഇങ്ങനെ പോകും. അത് രസമായിരുന്നു. കുറേ നേരം വീട്ടിലൊക്കെ കണ്ടത്. ആ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഒരുപാട് നടക്കാനില്ല. അപ്പോൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെഹിക്കിൾ നമ്പറിനാണ് സ്കൂട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ്. അങ്ങനെ നമ്മൾ കരിക്കൊക്കെ കുടിച്ച് അന്നത്തെ ദിവസം കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ നമ്മൾ പോയത് ഹോട്ട് സ്പ്രിംഗ് പൂളിലേക്കാണ്. അവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആ വെള്ളം നല്ല ചൂട് വെള്ളമാണ് അവിടെ ഒഴുകി വരുന്നത്. അതെങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ആൾ പോയിട്ട് തപ്പി കണ്ടുപിടിച്ച് ആ ഒരു പൈപ്പൊക്കെ ഇട്ട് ചൂടുവെള്ളം വരുത്തുന്നതാണ്. പക്ഷെ അറിയത്തില്ല. ആ ഒരു ജംഗിളിൽ കൂടെയുള്ള ഒരു ടൂർ കഴിഞ്ഞിട്ടാണ് നമ്മളവിടെ എത്തുക. അവിടെ ഒരു പൂളുണ്ട്. അതും ഹോട്ടാണ്. അതെനിക്കാണെങ്കിൽ ഹോട്ടായിട്ടുള്ള വെള്ളം വരുത്തുന്നതായിരിക്കും. പിന്നെ ഇതവിടുത്തെ കുറേ ലേക്കൊക്കെയാണ്. ആ ലേക്കിലായാലും ക്രിസ്റ്റൽ ക്ലിയർ ആണ് അവിടുത്തെ ലേക്ക്. അങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോൾ നമുക്ക് എമറാൾഡ് പൂൾ കാണാൻ പറ്റും. അത് എമറാൾഡ് പോലെ തന്നെ അത്രയും ഗ്ലിറ്ററിങ് ആണ്. ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ക്രാബിയുടെ ഒരു മെയിൻ സ്പോട്ടാണത്. അപ്പോൾ അവിടുത്തെ വെള്ളത്തിൽ കുറേ നേരം നമ്മൾ കളിച്ച് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വാട്ടറായിരുന്നു. ഇത് പിന്നെയും അവിടെ നിന്ന് എമറാൾഡ് പൂളിൽ നടന്ന് ഒരു 500 മീറ്റർ നടന്നു കഴിഞ്ഞാൽ വീണ്ടും ജംഗിളിൻ്റെ ഉള്ളിലുള്ളൊരു സ്പേസാണ്. ഇവിടെ ബ്ലൂ കളറിലാണ് വെള്ളം കാണാൻ സൺലൈറ്റ് വരുന്നത്. സൺലൈറ്റ് ഉള്ള പോർഷനിൽ മാത്രം അങ്ങനെ ഒരു കളർ, അല്ലാത്ത പ്ലേസിൽ വേറെ കളർ. അതവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നു. അവിടേക്ക് എത്തണമെങ്കിൽ ഈ ജംഗിളിൽ കൂടെ ഒരുപാട് നടക്കാനുണ്ട്. നടന്ന് കഴിഞ്ഞ് അത്രയും ട്രക്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ നല്ല സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ വിട്ടു. താമസിക്കണം കൊണ്ട് ഉറങ്ങിപ്പോയി. പിന്നെ നമ്മൾ അവിടെ പോയത് ടൈഗർ കേവ് ടെമ്പിളിലേക്കാണ്. ഈ അറ്റത്ത് കാണുന്ന ടെമ്പിളിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. 1260 സ്റ്റെപ്സ് അങ്ങോട്ടുണ്ട് ടൈഗർ കേവ് ടെമ്പിളിലേക്ക് എത്താനായിട്ട്. അതാണ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നമ്മളവിടെ എത്തി. കയറുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. കയറി കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ് എടുത്തത്. ഇതാണ് നമ്മളൊരു അവസ്ഥ. ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മൾ കയറി എത്താൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ആ ഒരു പ്രോഗ്രാം എത്തിക്കഴിഞ്ഞാലുള്ളൊരു വ്യൂ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് ഇതിന് അടിപൊളിയാണ്. കയറി അതിൻ്റെ സ്റ്റെപ്സ് എന്ന് വെച്ചാൽ നമ്മൾ പോവാണ്ട് പിന്തിരിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ലായിരുന്നു. അത്രയും സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു. കാണുന്ന ബുദ്ധയുടെ ഫുട് പ്രിൻ്റ് ആണെന്നാണ് അവർ പറയുന്നത്. ഒരു വലിയൊരു ഫുട് പ്രിൻ്റ് അവിടെ കാണാൻ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ കുറേ പേര് പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ അതെന്ന് തന്നെ കുറച്ചുകൂടി മുകളിലോട്ട് കയറിയിട്ടാണ്. അവിടെ നിന്നുള്ള വ്യൂവും സൂപ്പറായിരുന്നു. പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന വീഡിയോ ആണ് എടുക്കാൻ പറ്റിയത്. മുകളിലേക്ക് കയറുമ്പോൾ എടുക്കാൻ ഡിഫിക്കൽട്ടായിരുന്നു. ഈ സ്റ്റെപ്സൊക്കെ നമ്മൾ കുത്തനെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീഡിയോസ് എടുക്കാനായിട്ട്. അപ്പം നമ്മൾ അത്രയും ശ്രദ്ധിച്ചിട്ട് വേണമായിരുന്നു. കയറുന്നതായാലും ഇറങ്ങുന്നതായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെ എല്ലാം നല്ല വ്യൂവും കണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലോട്ട് വിട്ടു. മൊത്തത്തിൽ തായ്ലൻഡ് ട്രിപ്പ് അടിപൊളിയായിരുന്നു.